ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് കൺജനിറ്റൽ ഡിഫക്ട്സ് ഓഫ് ബ്ലാഡർ ആൻഡ് യൂറിത്ര എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പീഡിയാട്രിക്സിൽ കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ ജന്മന ഉള്ള ഡിഫക്റ്റിനെ നമ്മൾ കൺജനിറ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂറിനറി സിസ്റ്റം ആണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പല യൂറിനറി ഓർഗൻസിനും കൺജനിറ്റൽ ഡിഫക്റ്റ് ഉണ്ടാകാം. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് കൺജനിറ്റൽ ഡിഫക്ട്സ് ഓഫ് ബ്ലാഡർ ആൻഡ് യൂറിത്ര. മനസ്സിലായോ? അതിനകത്ത് ഒരുപാട് കൺജനിറ്റൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സിലബസിനകത്ത് നിങ്ങൾക്ക് 3 എണ്ണമാണ് മെയിൻലി ഉൾപ്പെടുത്തിയേക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കി അത് നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, അതിനകത്ത് മെയിൻലി ഉള്ളത് എപ്പിസ്പേഡിയാസ്, ഹൈപ്പോസ്പേഡിയാസ് ആൻഡ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ. ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. എപ്പി എന്ന് മീൻസ് പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ സംതിങ് എബവ് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ഹൈപ്പോ മീൻസ് സംതിങ് ബിലോ. പിന്നെ എക്സ്ട്രോഫി എന്ന് വെച്ചാൽ സംതിങ് ഔട്ട്സൈഡ് എന്നുള്ളതാണ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്കൊരു എക്സ്റ്റെൻറ്റ് വരെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം കൺജനിറ്റൽ ഡിഫക്ട്സ് ഓഫ് ബ്ലാഡർ ആൻഡ് യൂറിത്ര മെയിൻലി നമുക്ക് പഠിക്കാനുള്ള എപ്പിസ്പേഡിയാസ്, ഹൈപ്പോസ്പേഡിയാസ് ആൻഡ് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് എപ്പിസ്പേഡിയാസ് എന്താണെന്ന് നോക്കാം. കൺജനിറ്റൽ അനോമലി ഓഫ് ദി യൂറിനറി ട്രാക്ട് ഇൻ വിച്ച് ദ യൂറിത്ര ഓപ്പൺസ് ഓൺ ദ ഡോഴ്സൽ സർഫസ് ഓഫ് ദി പെനിസ്. അതായത് ഇതൊരു കൺജനിറ്റൽ അനോമലിയാണ് യൂറിനറി ട്രാക്റ്റിൻ്റെ. അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ യൂറിത്ര ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ ഓപ്പണിംഗ് വിച്ച് പാസ് വിത്ത് ഫ്ലോ യൂറിൻ ഫ്രം ദ യൂറിനറി ബ്ലാഡർ ടു ഔട്ട് സൈഡ്. അതിനാണ് നമ്മൾ യൂറിത്ര എന്ന് പറയുന്നത്. ആ അനാറ്റമിയിൽ അറിയാമല്ലോ, ഓർക്കുക. അപ്പോൾ ആ യൂറിത്രയുടെ ഓപ്പണിങ് സാധാരണ ആൺകുട്ടികൾക്കാണ് ടിപ്പ് ഓഫ് ദി പെൻസിലാകാം. അപ്പോൾ ആണല്ലോ. അപ്പോൾ അത് അങ്ങനെ ആകാതെ തന്നെ കുട്ടികൾക്ക് ഡോഴ്സൽ സർഫസ്, അതായത് പെൻസിൻ്റെ ഡോഴ്സൽ സർഫസ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം, അതായത് അതിൻ്റെ ആ മുകൾ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് യൂറിത്രൽ ഓപ്പണിങ് കാണുക. അതാണ് ഈ പറയുന്ന എപ്പിസ്പേഡിയാസ്. That is, it is a congenital anomaly of the urinary tract in which the urethra opens on the dorsal surface of the penis. Usually അത് ടിപ്പ് ഓഫ് ദ പെനിസിലാണ് യൂറിത്ര ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനല്ല. പകരം പെനിസിൻ്റെ മോൾ ഭാഗം, അടിഭാഗമല്ല, നമ്മളത് ഇലോങ്ങേറ്റഡ് ഓർഗനാണ് പെനിസ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ആണ് വന്ന് എൻഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു അബ്നോർമാലിറ്റിക്ക് പറയുന്ന പേരെയാണ് എപ്പിസ്പേഡിയാസ്. അതായത് അത് മൈൽഡ് കേസായിട്ടും സിവിയർ കേസായിട്ടും മാനിഫെസ്റ്റ് ചെയ്യാം. മൈൽഡ് കേസിലാണെങ്കിൽ യൂറിത്ര മേ ബി ജസ്റ്റ് ബിഹൈൻഡ് ദ ഗ്ലാൻസ്. അതായത് നമുക്കറിയാമല്ലോ, പെനിസിന് ഒരു ഗ്ലാൻഡ് പെനിസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ ജസ്റ്റ് ബിഹൈൻഡായിട്ടാണ് അത് കാണുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് മൈൽഡ് കേസ് ഓഫ് എപ്പിസ്പേഡിയാസ്. ഓക്കെ, പക്ഷേ ഇൻ സിവിയർ കേസാണെങ്കിൽ ഇൻ സിവിയർ കേസസ് ദ യൂറിത്ര മേ എക്സ്റ്റെൻഡ് അലോങ് ദ ഹോൾ ലെങ്ത് ഓഫ് ദി പെനിസ്. അതായത് അതിനകത്ത് യൂറിത്ര ഹോൾ ലെങ്ത് ഓഫ് ദ പെനിസിൽ ത്രൂ ഔട്ട് കാണുവാണെങ്കിൽ അതൊരു സിവിയർ കേസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എപ്പിസ്പേഡിയാസിൻ്റെ. അതിനാണ് നമ്മൾ സിവിയർ കേസ് ഓഫ് എപ്പിസ്പേഡിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ സിവിയർ കേസസ് യൂറിത്ര മേ എക്സ്റ്റെൻഡ് എലോങ് ദ ഹോൾ ലെങ്ത് ഓഫ് ദ പെനിസ്. മനസ്സിലായോ? അപ്പം ഇതാണ് എപ്പിസ്പേഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാം. അതായത് യൂഷ്വലി മാനേജ്മെൻറ്റ് സർജിക്കലാണ്. മെഡിസിൻ കൊടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കൺജനിറ്റൽ ഡിഫക്റ്റ് അല്ലേ, അനാറ്റമിയിൽ വന്ന ഒരു അബ്നോർമാലിറ്റി. അതുകൊണ്ട് അതിനകത്ത് മെഡിസിൻ കൊടുത്താലൊന്നും പ്രത്യേകിച്ച് റിലീഫ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് സർജിക്കൽ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിഫോംഡ് ആ പാസേജ് നോർമലാക്കാൻ വേണ്ടി അവർ റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്യും. അല്ലെങ്കിൽ അതിന് പറയുന്നത് റിപ്പയർ ഓർ റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയർ ഈസ് ഡൺ ബിറ്റ്വീൻ 2 to 3 years. കുട്ടികൾക്കൊരു 2 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനകത്ത് വെച്ചാൽ അവരുടെ ആ യൂറിൻ പാസ് ചെയ്യാനുള്ള യൂറിത്രൽ ഓപ്പണിങ് നോർമലായിട്ടുള്ള വരത്തക്ക രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്ത് സർജറി ചെയ്യും. ദ പ്രൊസീജിയർ ഈസ് റീസ്ട്രക്ചറിങ് ഓഫ് ദി പെനിസ് ആൻഡ് യൂറിത്ര. റീസ്ട്രക്ചറിങ് ഓഫ് ദി പെനിസ് ആൻഡ് യൂറിത്ര എന്നുള്ള പ്രൊസീജിയറാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമൽ അനാറ്റമിയുമായിട്ട് മൊറല്ല സെയിം ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കുട്ടി എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇൻ മോർ സിവിയർ ഫോംസ് ഓഫ് എപ്പിസ്പേഡിയാസിസ് റിക്വയർ റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയർ സച്ച് ആസ് ദോസ് ഡൺ ഫോർ എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ. എന്ന് പറഞ്ഞാൽ കൂടുതൽ സിവിയറിറ്റി ഉള്ളതാണെങ്കിൽ അതിനകത്ത് പറഞ്ഞില്ല എൻ്റയർ ലെങ്ത് ഓഫ് ദി പെനിസിൽ ഈ അബ്നോർമാലിറ്റി കാണപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിന് കുറേ കൂടെ ഇച്ചിരൂടെ എക്സ്റ്റെൻസീവായിട്ടുള്ള സർജറി വേണം, സിമ്പിൾ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ എക്സ്റ്റെൻസീവായിട്ട് സർജറി ചെയ്യും. ആ സർജറി ഇപ്പം അതായത് അതും റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ്. അതിനകത്ത് ഇച്ചിരി എക്സ്റ്റെൻസീവ് പ്രൊസീജിയറാണ് ചെയ്യുന്നത്.
അതിനകത്ത് ഈ എക്സ്ട്രോഫി ഓഫ് ദ ബ്ലാഡറിനൊക്കെ ചെയ്ത്, എക്സ്ട്രോഫി എന്ന് പറഞ്ഞാൽ യൂറിൻ സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ഔട്ട്സൈഡ് എന്നുള്ളൊരർത്ഥമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സർജറിക്ക് വേണ്ട അതേ സർജറി അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റീവ് സർജറി ഇതിനൊക്കെ ചെയ്യേണ്ടി വരും. ഇഫ് ദ എപ്പിസ്പേഡിയാസ് ഈസ് ഇൻ സിവിയർ ഫോം. ഓക്കെ, അതാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇനി അതിനകത്ത് നേഴ്സിംഗ് കെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻലി നമുക്കറിയാമല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻ്റാണ്, പ്രീ ഓപ്പറേറ്റീവ് കെയറും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും കൊടുക്കണം. നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഓഫ് സർജിക്കൽ കെയർ നമ്മളൊരു ഒരു ദിവസം അല്ല, ഒരു ചാപ്റ്റർ തന്നെ അതിന് വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി സർജറി അണ്ടർഗോ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കെയറാണ് കൊടുക്കുന്നതെന്നും സർജറി കഴിഞ്ഞാൽ എന്തൊക്കെ കെയറാണ് കൊടുക്കുന്നതെന്നും ജനറലി നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു കെയർ തന്നെ ഇവിടെ എഴുതിയാൽ മതി. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി ഇവിടെ സ്പെഷ്യൽ എന്തെല്ലാം കെയർ വേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ആ ഒരു കെയർ പ്ലാൻ മോഡിഫൈ ചെയ്ത് എഴുതണം. മനസ്സിലായോ? അപ്പം ഒരു ജനറൽ പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നിങ്ങൾക്ക് അറിയാം. അതിനോടുകൂടി ഇതിനകത്ത് എന്തെല്ലാം സ്പെഷ്യൽ പ്രിക്കോഷൻ എടുക്കണം, സ്പെഷ്യൽ കെയർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്ന് നോക്കിയതിന് ശേഷം അതിനോട് ഇത് അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് എഴുതണ്ടേ. മനസ്സിലായി? എന്നാലും ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറഞ്ഞേക്കാം. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, നേഴ്സിംഗ് പ്രോബ്ലം റിക്വയറിംഗ് ഇൻ്റർവെൻഷൻ ആർ ടോട്ടൽ ഇൻകോണ്ടിനൻസ് റിലേറ്റഡ് ടു ദ പൊസിഷൻ ഓഫ് ദി യൂറിത്രൽ മിയാറ്റസ്. അതായത് സർജറി ചെയ്യുന്നതിന് മുമ്പ്, അതായത് കുട്ടിക്ക് ഇൻകോണ്ടിനൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഈ ഒരു ഡിഫക്റ്റ് അല്ലേ, യൂറിൻ പോകുന്ന പാസേജിനാണ് ഡിഫക്റ്റ്. അങ്ങനെയുള്ളപ്പം കുട്ടിക്ക് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാമല്ലോ, കുഞ്ഞാണെങ്കിൽ അതിൻ്റെ എന്താ എപ്പോഴും യൂറിനറി ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് യൂറിൻ കൊണ്ട് ബോഡി ഇറിറ്റേറ്റഡ് ആകും. അത് ധരിച്ചേക്കുന്ന ഷഡിയലും അങ്ങനെയുള്ളതിനൊക്കെ തന്നെ നനഞ്ഞതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കുട്ടിക്ക്. നമുക്കറിയാം യൂറിൻ ഈസ് എ ഇറിറ്റേറ്റിംഗ് സബ്സ്റ്റൻസ് ഫോർ ദ സ്കിന്ന്. അതിനകത്ത് യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാസിൻ ഇങ്ങനെയുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. അത് നോർമൽ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് എപ്പോഴും അങ്ങനെയുള്ള ഇറിറ്റേഷൻ ഓഫ് ദി സ്കിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള കെയർ കുട്ടികൾക്ക് കൊടുക്കണം. മനസ്സിലായോ? സർജറി ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതായത് കുട്ടി ഓപ്പറേറ്റഡ് ആകുന്നതിന് മുമ്പുള്ള മാനേജ്മെൻറ്റ് എന്തൊക്കെയാണെന്ന്. ടോട്ടൽ ഇൻകോണ്ടിനൻസ് റിലേറ്റഡ് ടു ദ പൊസിഷൻ ഓഫ് ദി യൂറിത്രൽ മിയാറ്റസ്. അതായത് എവിടെയാണോ യൂറിത്രൽ മിയാറ്റസ് ഇരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇൻകോണ്ടിനൻസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. അതിനനുസരിച്ച് കുട്ടിക്ക് കെയർ കൊടുക്കേണ്ടി വരും. ഓക്കെ, ആങ്സൈറ്റി റിലേറ്റഡ് ടു പോസിബിൾ ഓൾട്ടേർഡ് സെക്സ് റോൾ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, പേരൻസിനൊക്കെ ഒത്തിരി ആങ്സൈറ്റി കാണും. കാരണം കുട്ടിയുടെ ഇപ്പോൾ ഇത് സെക്സ് ഓർഗനെ അല്ലേ ഇത് ബാധിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ കുട്ടിയുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി അത് ബാധിക്കുമോ എന്നുള്ളൊരു പേടി പേരൻസിനുണ്ടാകും. പക്ഷെ കുട്ടിക്ക് അത് അങ്ങനെ ആങ്സൈറ്റി വരാൻ സാധ്യതയില്ല. കാരണം കുട്ടിയെ 2 വയസ്സൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെക്ഷൽ ഓർഗനെ പറ്റിയോ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായാലും എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊന്നും അന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഈ 2 വയസ്സുള്ള കുട്ടിക്കൊന്നും കാണത്തില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ വരുന്ന കൂടുതൽ ആങ്സൈറ്റി കൂടുതലും പേരൻസിനായിരിക്കും. അപ്പോൾ അതിൻ്റെ സെക്ഷുവാലിറ്റി ഇത് ബാധിക്കുമോ, കല്യാണം കഴിക്കാൻ പറ്റുമോ, അത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പേരൻസിന് കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആങ്സൈറ്റി റിലീവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആങ്സൈറ്റി റിലേറ്റഡ് ടു പോസിബിൾ ഓൾട്ടേർഡ് സെക്സ് റോൾ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് ഒരു സെക്ഷൽ ആക്ടിവിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകും എന്നുള്ള പേടി അവർക്കുണ്ടാകാമെന്ന്. അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് സ്പെഷ്യൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇതിൻ്റെ പോസിബിലിറ്റി, അതായത് കറക്റ്റിംഗ് ദിസ് കണ്ടീഷൻ, അതിനുള്ള സർജറി അവൈലബിൾ ആണ്. അതിനുള്ള പ്രത്യേക റീകൺസ്ട്രക്റ്റീവ് സർജറി ഉണ്ട്. അത് ചെയ്ത് തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ, വളരെ വളരെ സിവിയർ ആണെങ്കിൽ ഒരുപക്ഷെ റിപ്പയർ അല്ലാത്ത കണ്ടീഷനൊക്കെ ആണെങ്കിലേ പ്രശ്നം വരുന്നുള്ളൂ. അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദി കേസിന് ഇവർ റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്ത് കുട്ടിയെ ഓക്കെ ആക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളപ്പം അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ഈ കൺസേൺ ഡോക്ടർ അവരോട് സംസാരിക്കുമല്ലോ. കാരണം അവർക്ക് ഡോക്ടറിന് കുറേ കൂടെ ആധികാരികമായി ഇതിനെപ്പറ്റി പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളപ്പം you can direct them to doctor or to clear the doubts regarding these things. ഓക്കെ, പിന്നെ പെയിൻ അറ്റ് ദ ഓപ്പറേറ്റീവ് സൈറ്റ്. അതായത് ഇനി സർജറി കഴിഞ്ഞാണെങ്കിൽ നേഴ്സിംഗ് കെയറിനകത്ത് സർജറി കഴിഞ്ഞുള്ള സമയത്താണെങ്കിൽ പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടാകും. അപ്പോൾ പെയിൻ റിലീവിങ് ഡ്രഗ്സും ഒക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഹൈ റിസ്ക് ഫോർ ഇമ്പേർഡ് സ്കിൻ ഇൻറ്റഗ്രിറ്റി റിലേറ്റഡ് ടു ഇൻകോണ്ടിനൻസ്. അതായത്
ഇമ്പേർഡ് റിസ്ക് ഓഫ് ഇമ്പേർഡ് സ്കിൻ ഇൻറ്റഗ്രിറ്റി റിലേറ്റഡ് ടു ദി ഇൻകോണ്ടിനൻസ്. അതായത് കുട്ടിക്ക് ഇൻകോണ്ടിനൻസ് ഉള്ളപ്പോൾ കൂടുതലും അത് ഓപ്പറേഷന് മുൻപാണെങ്കിൽ സ്കിൻ ഇറിറ്റേറ്റ് ചെയ്ത് സ്കിൻ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാകാം, അങ്ങനെയുള്ള കാര്യം. ഇനിയും സർജറി കഴിഞ്ഞാണേലും ആ ഏരിയയിൽ കൂടെ ഒരുപാട് വെറ്റായിട്ടിരിക്കുകയോ യൂറിൻ അല്ലേ പോവുകയൊക്കെ ചെയ്യുമ്പം സ്കിൻ ഇൻറ്റഗ്രിറ്റിക്ക് കുഴപ്പമുണ്ടാകാം. ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത്രയാണ് നേഴ്സിംഗ് കെയർ. ഇനി ഹൈലൈറ്റ്സ് ഓഫ് നേഴ്സിംഗ് കെയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത്രയും പ്രോബ്ലം ആ പേഷ്യൻസിനുള്ളത് അല്ലേ? എന്താണ്? ഇൻകോണ്ടിനൻസ് ഉണ്ട്, പിന്നെ പേരൻസിന് ആങ്സൈറ്റി ഉണ്ട്, പിന്നെ എന്താ, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ മെയിൻലി ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഹൈലൈറ്റ്സ് ഓഫ് നേഴ്സിംഗ് കെയർ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, സ്കിൻ മസ്റ്റ് ബി അസസ്ഡ് കണ്ടിന്യൂവലി as incontinence is experienced with the more severe forms of this anomaly. അപ്പം ഒരുപാട് സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ കുട്ടിക്ക് എപ്പോഴും ഇൻകോണ്ടിനൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഇൻകോണ്ടിനൻസ് ഉള്ള കുട്ടിയുടെ കെയർ ഈ കുട്ടിക്ക് ആവശ്യമാണ്. അതായത് ഫ്രീക്വൻറ്റ് ഡയപ്പർ ചേഞ്ച് ആൻഡ് യൂസ് ഓഫ് ബരിയർ ക്രീംസ് ആസ് വെൽ ആസ് ക്ലീനിങ് ഓഫ് ദി ഏരിയ ആർ ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെൻറ്റ് ദ സ്കിൻ ബ്രേക്ക് ഡൗൺ. ഞാൻ പറഞ്ഞല്ലോ, സ്കിൻ എന്ന് പറയുന്ന ഒരു ഇറിറ്റേറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്, യൂറിൻ എന്ന് പറയുന്ന ഒരു ഇറിറ്റേറ്റിംഗ് സബ്സ്റ്റൻസ് ആണ് സ്കിന്നിന്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ അത് യൂറിക് ആസിഡ്, ക്രിയാറ്റിനൊക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്കിൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആപറേഷൻ, പിന്നെ അൾസർ ആകാം, അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും കുട്ടിയുടെ സ്കിൻ വളരെ ക്ലീൻ ആയിട്ട് വെക്കാൻ നോക്കണം. ഒന്നുകിൽ അത് വെള്ളമൊക്കെ ഉപയോഗിച്ച്, സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അതല്ലെങ്കിൽ എപ്പോഴും ഇൻകോണ്ടിനൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് ക്രീം അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് കുട്ടിയുടെ ഏരിയയിൽ, അതായത് യൂറിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഏരിയയിൽ പുരട്ടിയാൽ എപ്പോഴും യൂറിൻ കൊണ്ട് സ്കിന്നിനുണ്ടാകുന്ന ഇറിറ്റേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഡയപ്പർ കുട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വെറ്റാകുമ്പം തന്നെ മാറണം. എന്നിട്ട് കുട്ടിയെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ക്രീമോ ഓയിൻമെൻറ്റോ പുരട്ടിയതിന് ശേഷം മാത്രമേ അടുത്ത ഡയപ്പർ കെട്ടാവുള്ളൂ. മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് യൂറിൻ കോണ്ടാക്റ്റ് കൊണ്ട് സ്കിന്ന് അപ്പോൾ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇറിറ്റേഷൻ കൊണ്ട് സ്കിന്ന് കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നഴ്സിംഗ് കെയർ കൊടുക്കുമ്പോൾ പേരൻസിനോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. വെറ്റാകുമ്പോഴപ്പം തന്നെ ആ സമയത്ത് തന്നെ ഡയപ്പർ മാറണം. പിന്നെ അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വേറെ ഡയപ്പർ കെട്ടുന്നതിന് മുമ്പ് കുറച്ച് നല്ലപോലെ ക്രീമോ വല്ലതും പുരട്ടുക. ബട്ടക്സിലും യൂറിൻ കോണ്ടാക്റ്റ് വരുന്നിടത്തും ഒക്കെ പുരട്ടാൻ പറയണം. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇൻവോൾവ്സ് മോണിറ്ററിങ് ഓഫ് വൂണ്ട് ഇൻഫെക്ഷൻ ആൻഡ് UTI. ഇനിയും കുട്ടി സർജറി കഴിഞ്ഞിട്ടാണ് നമ്മൾ കെയർ കൊടുക്കേണ്ടി വരുന്നതെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ളപ്പം എപ്പോഴും വൂണ്ടിൻ്റെ ഇൻഫെക്ഷൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കണം. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ്റെ സിംറ്റംസ് എന്തെങ്കിലും പേഷ്യൻ്റ് കാണിക്കുന്നു എന്ന് നോക്കണം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ദ നഴ്സസ് ഹാസ് ടു മോണിറ്റർ ആഫ്റ്റർ സർജറി. പിന്നെ നേഴ്സസ് ഷുഡ് തറലി എക്സ്പ്ലെയിൻ ഓൾ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻറ്റ്. അതായത് പേഷ്യൻറ്റിന് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങൾക്കും അവർക്ക് ഡൗട്ട് വരും, അവർക്ക് ആങ്സൈറ്റി ഉണ്ട്, ജിജ്ഞാസയുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഒരല്പം പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ അവരോട് കുറേ കൂടെ ഫ്രണ്ട്ലി ആയിട്ടും കുട്ടികളുടെ ഒരു മദർലി ആറ്റിറ്റ്യൂഡോ അവരെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോട് കുറേ കൂടെ ഫ്രണ്ട്ലി ആകും, അവരെ മാനേജ് ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാകും. അപ്പോൾ അങ്ങനെ അവരുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യുക, അവരോട് ഫ്രണ്ട്ലി ആകുക, അവർക്ക് വേണ്ട സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. സോ നേഴ്സസ് വിൽ ഷർലി എക്സ്പ്ലെയിൻ ഓൾ ദ പ്രൊസീജിയർ to the relatives as well as clear the doubt of the patient. ഓക്കെ, അതാണ് ഹൈലൈറ്റ്സ് ഓഫ് നേഴ്സിംഗ് കെയർ. ഇനി നമ്മൾ ഹൈപ്പോസ്പേഡിയാസ് എന്നുള്ള കണ്ടീഷനെ പറ്റിയാണ് പഠിക്കുന്നത്. അതും ഒരു കൺജനിറ്റൽ അനോമലി യൂറിത്രൽ ട്രാക്റ്റിൻ്റെ ആണ്, വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ യൂറിത്ര ഈസ് ഓപ്പണിംഗ് ഓൺ ദ വെൻട്രൽ സർഫസ് ഓഫ് ദി പിനിസ്. എന്ന് പറഞ്ഞാൽ വെൻട്രൽ സർഫസ് എന്ന് പറഞ്ഞാൽ അടിഭാഗം, ടിപ്പല്ല. മോൾവശത്തെ കാര്യമാണ് നമ്മൾ ഡീൽ ചെയ്തത്. ടിപ്പിലാണ് യൂഷ്വലി യൂറിൻ പാസ് ചെയ്യുന്നത്, അതിലെയാണ് യൂറിത്രൽ ഓപ്പണിങ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന ഹൈപ്പോസ്പേഡിയാസ്, അതായത് വേർഡിൽ നിന്ന് ഹൈപ്പോ മീൻസ് സംതിങ് ബിലോ എന്നുള്ള അർത്ഥമാണ്. ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറഞ്ഞാൽ പെനിസിൻ്റെ വെൻട്രൽ സർഫസിലേക്ക് യൂറിത്രൽ ഓപ്പണിങ് വരിക. അത് ആ കൺജനിറ്റൽ കണ്ടീഷനാണ് ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറയുന്നത്. ഇത് ഇത് ഒരു കോമൺ അനോമലി ഓഫ് ദി പെനിസിലുണ്ടാകുന്ന അനോമലിയിൽ ഏറ്റവും കോമൺ ഇതാണ്. ഇതിൻ്റെ ഇൻസിഡൻസ് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ്
1 to 3 male children per 1000 ലൈവ് ബർത്ത്. അതായത് 1000 കുട്ടികൾ ജീവനോടെ ജനിക്കുന്ന 1000 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 അല്ലെങ്കിൽ 2, 1, 2, 3 ഇത്ര ഈ റേഞ്ചിലെ ഈ ഒരു ഇൻസിഡൻസ് വരാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഹൈപ്പോസ്പേഡിയാസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ പത്തോഫിസിയോളജി എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് റിസൾട്ട് ഫ്രം ദ ഇൻകംപ്ലീഷൻ ഓഫ് യൂറിത്രൽ ഫോൾഡ് എലോങ് ദ മിഡ് ലൈൻ. അതായത് യൂറിത്രൽ ഫോൾഡ് മിഡ് ലൈനിൽ കൂടെ വന്ന് യുണൈറ്റ് ചെയ്യാത്ത കൊണ്ടാണ് ഈ കണ്ടീഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ഡെവലപ്മെൻ്റൽ അനോമലിയാണ്. മനസ്സിലായോ? അതായത് കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ളതെല്ലാം തന്നെ ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ വെച്ച് തന്നെ സംഭവിക്കുന്ന ഒരു ഡെവലപ്മെൻ്റൽ, അതായത് അനോമലിയാണ്. അതായത് ഓർഗാനോജെനിസിസ് ഒക്കെ സംഭവിക്കുന്നത് വെൻ ദ ചൈൽഡ് ഈസ് ഇൻ യൂട്രോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇറ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദി ഇൻകംപ്ലീഷൻ ഓഫ് ദി യൂറിത്രൽ ഫോൾഡ് എലോങ് ദ മിഡ് ലൈൻ. മനസ്സിലായോ? അങ്ങനെ ആ ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് പറയുന്ന ഹൈപ്പോസ്പേഡിയാസ് ഉണ്ടാകുന്നത്. ദ അനോമലി ഈസ് വേരിയിങ് ഇൻ സിവിയറിറ്റി ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി യൂറിത്രൽ ഓപ്പണിംഗ്. അതായത് വെൻട്രൽ സർഫസിലാണ് വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതിനും ഇപ്പം തന്നെ പിനിസ് എന്ന് പറഞ്ഞ ഒരു ഇച്ചിരി ഇലോങ്ങേറ്റഡ് ഒരു ഓർഗനാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും വെൻട്രൽ സർഫസിൽ എവിടെയെങ്കിലും വരാം. മനസ്സിലായോ? അപ്പോൾ എവിടെയാണോ ഈ യൂറിത്രൽ ഓപ്പണിംഗ് വരുന്നത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് പേഷ്യൻറ്റിൻ്റെ അനോമലിയുടെ സിവിയറിറ്റി മാറും. അതുപോലെ തന്നെ സിംറ്റമറ്റോളജി മാറും. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഹൈപ്പോസ്പേഡിയാസ് നോക്കാം. അപ്പം ഈ പറയുന്ന യൂറിത്രയുടെ ലൊക്കേഷൻ അനുസരിച്ച് ഹൈപ്പോസ്പേഡിയാസിനെ പലതരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ പിനെയിൽ ഹൈപ്പോസ്പേഡിയാസിസ്. ഇത് ഏതാണെന്ന് ചോദിച്ചാൽ, വെൻ ദ യൂറിത്രൽ ഓപ്പണിംഗ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ദി പിനിസ്. വെൻ ദ യൂറിത്രൽ ഓപ്പണിംഗ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ദി പിനിസ്. അതായത് വെൻട്രൽ സർഫസിൽ തന്നെ പിനിസിൽ തന്നെ അതിൻ്റെ ഷാഫ്റ്റിലാണ് ഇത് യൂറിത്രൽ ഓപ്പണിംഗ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് പിനൈൽ ഹൈപ്പോസ്പേഡിയാസിസ്. ഇനി അടുത്ത് ഗ്ലാൻഡുലർ ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറഞ്ഞാൽ വെൻ ദ യൂറിത്രൽ ഓപ്പണിംഗ് ഈസ് ഓൺ ദ ഗ്ലാൻസ്. അതായത് നമുക്കറിയാം പിനിസിൻ്റെ ഒരു ഭാഗമായിട്ട് ഗ്ലാൻസ് പിനിസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ യൂറിത്ര ഓപ്പണിംഗ് കാണുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഗ്ലാൻഡുലർ ഹൈപ്പോസ്പേഡിയാസ്. പിന്നെ അടുത്തത് കൊറോണൽ ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറഞ്ഞാൽ യൂറിത്രൽ ഓപ്പണിംഗ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ കൊറോണ. ദറ്റ് അനാറ്റമിക്കൽ പോർഷൻ ഓഫ് ദി penis is corona and on the corona if this urethral opening is seen then it is called coronal hypospadiasis. പിന്നെ അടുത്തത് പീനോസ്ക്രോട്ടൽ ഹൈപ്പോസ്പേഡിയാസിസ് ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ പീനിസ് വന്ന് സ്ക്രോട്ടത്തിലോട്ട് യുണൈറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. മനസ്സിലായോ? അതൊരു ആ ഏരിയയിൽ ആ ജംഗ്ഷനിലാണ് ഈ പറയുന്ന യൂറിത്രൽ ഓപ്പണിംഗ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് പിനോസ്ക്രോട്ടൽ. അപ്പോൾ രണ്ട് ഭാഗത്തിനെയും കൂടെ ഇടയ്ക്കുള്ള ജംഗ്ഷൻ ആയതുകൊണ്ട് ആ രണ്ട് ഓർഗൻ്റെയും പേര് വെച്ചാണ് ഈ പേര് വന്നേക്കുന്നത്, പിനോസ്ക്രോട്ടൽ ഹൈപ്പോസ്പേഡിയാസിസ്. ദറ്റ് ഈസ് ദ ഇഫ് ദ യൂറിത്ര ഈസ് അപ്പിയറിംഗ് ഓൺ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ പെനിസ് ആൻഡ് ദ സ്ക്രോട്ടം. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഹൈപ്പോസ്പേഡിയാസ് പീനോസ്ക്രോട്ടൽ ഹൈപ്പോസ്പേഡിയാസ്. അടുത്തത് പെരിനിയൽ ഹൈപ്പോസ്പേഡിയാസ് ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് പെനിസിലുമല്ല സ്ക്രോട്ടത്തിലുമല്ല ഈ എക്സ്റ്റേണൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലൊന്നുമല്ല, അതിൽ നിന്നൊക്കെ മാറി പെരിനിയൽ ഏരിയയിൽ വന്നാൽ അതിന് പറയുന്ന പേരാണ് പെരിനിയൽ ഹൈപ്പോസ്പേഡിയാസ്. മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് യൂറിത്രയുടെ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ പേര് മാറുന്നു. അങ്ങനെ തന്നെ അതിനെ നമ്മളിപ്പോൾ 5 തരത്തിൽ നമ്മൾ പറഞ്ഞു. അതായത് പിനൈൽ ഹൈപ്പോസ്പേഡിയാസ്, ഗ്രാൻഡുലർ ഹൈപ്പോസ്പേഡിയാസ്, കൊറോണൽ ഹൈപ്പോസ്പേഡിയാസ്, പിനോസ്ക്രോട്ടൽ ഹൈപ്പോസ്പേഡിയാസ്, ദെൻ പെരിനിയൽ ഹൈപ്പോസ്പേഡിയാസ്. ഓക്കെ, പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ അബ്നോർമൽ പാറ്റേൺ ഓഫ് വോയിഡിങ്. അബ്ഡോമിനൽ എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്, തെറ്റാണ്. അബ്നോർമൽ പാറ്റേൺ ഓഫ് വോയിഡിങ്. ദ സെക്കൻഡ് ഈസ് ദ സ്ട്രീം ഓഫ് യൂറിൻ മേ ബി ഡിഫ്ലക്റ്റഡ് ഡൗൺവേർഡ് എ ഡ്രിപ്പ് ബാക്ക് എലോങ് ദ ഷാഫ്റ്റ് ഓഫ് ദി പീനിസ്. അതായത് ഈ പറയുന്ന ഡിഫറെൻറ്റ് പ്ലേസിൽ വരുന്നോണ്ടേ സാധാരണ കുട്ടികൾ മൂത്രം ഒഴിക്കുന്ന പോലെ ദൂരഭാഗത്തേക്കൊന്നും മൂത്രം ഒഴിക്കാൻ ഇവർക്ക് പറ്റില്ല. കാരണം ആ പീനിസിൻ്റെ പുറകിലായതുകൊണ്ട് യൂറിൻ വന്ന് താഴേക്ക് വീഴുക, ഡ്രിബിൾ ചെയ്ത് താഴേക്ക് വീഴുക ചെയ്യുന്നത്. മനസ്സിലായോ? സോ ദ സ്ട്രീം ഓഫ് യൂറിൻ മേ ബി ഡിഫ്ലക്റ്റഡ് ഡൗൺവേർഡ് ആൻഡ് ഡ്രിപ്പ് ബാക്ക് എലോങ് ദ ഷാഫ്റ്റ് ഓഫ് ദ പീനിസ്.
അങ്ങനെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ചൈൽഡ് വിത്ത് പീനോസൈക്രൽ ആൻഡ് പെരിനിയൽ ഹൈപ്പോസ്പേഡിയാസിസ് വോയിഡ്സ് ഇൻ ദ സിറ്റിംഗ് പൊസിഷൻ. അവർക്ക് നിന്നും മൂത്രം ഒഴിക്കാൻ പറ്റില്ല, കാരണം അതിങ്ങനെ ഒഴുകി വരുന്നത് കൊണ്ട് കൂടുതലും അവരുടെ ഡ്രസ്സൊക്കെ സോയിൽ ചെയ്യാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇരുന്നേ അവർക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ, സിറ്റിംഗ് പൊസിഷന് മാത്രം. പിന്നെ ഇൻ ഗ്ലാൻഡുലർ ആൻഡ് കൊറോണൽ ഹൈപ്പോസ്പേഡിയാസിസ് ദ ചിൽഡ്രൻ വോയിഡ് ഇൻ സ്റ്റാൻഡിംഗ് പൊസിഷൻ ഓഫ് ദ പെനിസ് ഇഫ് ദ പെനിസ് ഈസ് tilted slightly upward. എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാൻഡുലർ ആൻഡ് കൊറോണൽ ഹൈപ്പോസ്പേഡിയാസ് ആകുമ്പോൾ കുട്ടിക്ക് നിന്നും മൂത്രം ഒഴിക്കാം, പക്ഷേ അന്നേരം അവർ പെനിസിൻ്റെ ഡയറക്ഷൻ ഇച്ചിരി ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ, എങ്കിൽ മാത്രമേ അവർ നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് ഗ്ലാൻഡുലർ ആൻഡ് കൊറോണൽ ഹൈപ്പോസ്പേഡിയാസിസ് ദ ചിൽഡ്രൻ വോയിഡ് ഇൻ സ്റ്റാൻഡിംഗ് പൊസിഷൻ ഇഫ് ദ പെനിസ് ഇസ് ടിൽറ്റഡ് സ്ലൈറ്റ്ലി അപ്വേർഡ്. മനസ്സിലായല്ലോ? അതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ മെയിൻ. ഇനി ട്രീറ്റ്മെൻറ്റ് നോക്കിയാൽ ഇവിടെയും മാനേജ്മെൻറ്റ് ഈസ് പ്യുവർലി സർജിക്കൽ. സർജറി ഈസ് ഡൺ ഐദർ ഇൻ ദ ഇൻഫൻസി ഓർ ഇൻ പ്രീ സ്കൂൾ പീരീഡ്. അതായത് ഇൻഫൻസി ചെയ്യാം അല്ലെങ്കിൽ പ്രീ സ്കൂൾ പീരീഡ് ചെയ്യാം. നേരത്തെയുള്ള നമ്മൾ ഇൻഫൻസി പറഞ്ഞില്ല, പ്രീ സ്കൂൾ പീരീഡിനാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത്. ഇവിടെ ഇൻഫൻസിയിലും ചെയ്യാം അല്ലെങ്കിൽ പ്രീ സ്കൂൾ പീരീഡിലും ചെയ്യാം. പക്ഷേ അത് രണ്ടായിട്ടാണ് ചെയ്യുന്നത്, 2 സ്റ്റേജായിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഗോൾ ഓഫ് സർജറി ഈസ് ടു സ്ട്രെങ്തൻ ദ പെനിസ് ആൻഡ് ടു റെസ്റ്റോർ നോർമൽ അപ്പിയറൻസ് ആൻഡ് ഫങ്ഷൻ. അതായത് 2 ഉദ്ദേശമാണ് ഈ സർജറിക്കുള്ള. ഒന്ന്, പെനിസിനെ സ്ട്രെയിറ്റൻ ചെയ്തെടുക്കുക, അത് കഴിഞ്ഞിട്ട് ടു റിസ്റ്റോർ ദ നോർമൽ അപ്പിയറൻസ് ആൻഡ് ഫങ്ഷൻ. ഓക്കെ, അതാണ് സർജറിയുടെ ഉദ്ദേശം. പിന്നെ സർജറി ഈസ് ഡൺ ഇൻ 2 സ്റ്റേജസ് ദാറ്റ് ഐ ടോൾഡ് യു ഓൾറെഡി. ഫസ്റ്റ് സ്റ്റേജ് ഈസ് കോഡെ കറക്ഷൻ ടു സ്ട്രെയിറ്റൻ ദ പെനിസ്. അതായത് ആദ്യത്തെ പ്രാവശ്യം ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയും. അത് പെനിസിൻ്റെ കോഡെ എന്ന് പറയുന്ന അനാറ്റമിക്കൽ സ്ട്രക്ചർ കറക്റ്റ് ചെയ്തിട്ട് പെനിസ് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് യൂറിത്രോപ്ലാസ്റ്റി ടു മൂവ് ദ മിയാറ്റസ് ഡിസ്റ്റലി ആൻഡ് ടു ഇംപ്രൂവ് ദ പെനിസ് കോസ്മെറ്റിക്കലി ആൻഡ് ഫങ്ഷണലി. സെക്കൻഡ് സ്റ്റേജ് ചെയ്യുന്ന എന്തിനാണ്? യൂറിത്രോപ്ലാസ്റ്റി അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് പ്രോപ്പർലി ഉണ്ടാകണം, അതുപോലെ തന്നെ പെനിസിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, അത് ഒരു നല്ല കോസ്മെറ്റിക് ലുക്കും ഉണ്ടാകണം. അതിന് വേണ്ടിയാണ്, അതായത് നോർമൽ ലുക്ക് പഴയപോലെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് യൂറിത്രോപ്ലാസ്റ്റി ഈസ് ഡൺ ടു മൂവ് ദ മിയാറ്റസ് ഡിസ്റ്റലി ആൻഡ് ടു ഇംപ്രൂവ് ദ പെനിസ് കോസ്മെറ്റിക്കലി ആൻഡ് ഫങ്ഷണലി. അപ്പോൾ ഇത്രയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോസ്പേഡിയാസിസ്. ഇനി നമുക്ക് നേഴ്സിംഗ് മാനേജ്മെൻറ്റിലേക്ക് പോയാൽ ഇവിടെയും കുട്ടിക്ക് സർജറിക്കൽ കറക്ഷനുള്ള ഒരു കണ്ടീഷനാണിത്. അപ്പം അതിന് പ്രീ ഓപ്പറേറ്റീവ് കെയറും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും കൊടുക്കണം. അതായത് അതിനകത്ത് മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബേസിക് കെയർ അറിയാം, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി അതിനും കൂടെ കെയർ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മളതിൻ്റെ അതായത് ട്രീറ്റ്മെൻറ്റിനകത്ത് പറഞ്ഞല്ലോ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഉണ്ട്. അതിനകത്ത് നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞില്ല അല്ലേ? ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: അബ്നോർമൽ പാറ്റേൺ ഓഫ് വോയിഡിങ്, ദ സ്ട്രീം ഓഫ് യൂറിൻ മേ ബി ഡിഫ്ലക്റ്റഡ് ഡൗൺവേർഡ് ടു ഡ്രിപ്പ് ബാക്ക്. അതാണ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ. പിന്നെയുള്ളത് നമ്മൾ പറയാനുള്ളത് ട്രീറ്റ്മെൻറ്റിനകത്ത് സർജറി അതും പറഞ്ഞു. ഇനി നേഴ്സിംഗ് മാനേജ്മെൻറ്റിൻ്റെ പ്രീ ഓപ്പറേറ്റീവ് കെയർ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. ഇതിനകത്ത് പ്രീ ഓപ്പറേറ്റീവ് കെയറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടേ? അതായത് പ്രീ ഓപ്പറേറ്റീവ് കെയറിനകത്ത് ദാറ്റ് ഈസ് nursing care includes the preparing the parents of the child for surgery അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫൻസി തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പം ദ പേരൻറ്റ് നീഡ് ടു ബി അഷ്വേർഡ് ദാറ്റ് ദ സർജറി ഷുഡ് ബി പെർഫോംഡ് ഇൻ ദ ഏർലി ചൈൽഡ്ഹുഡ് സോ ദാറ്റ് ദിസ് ഡിഫക്റ്റ് ഡസ് നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ ദ ചൈൽഡ്സ് സെൽഫ് ഇമേജ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇപ്പം ഈ സെക്ഷൽ ഓർഗനെ പറ്റിയോ അതിൻ്റെ ഫംഗ്ഷനെ പറ്റിയോ അതിൻ്റെ ഒരാളുടെ ലൈഫിലുള്ള റോളിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളും കോൺസെപ്റ്റൊന്നും ഉണ്ടാകുന്ന സമയമായിട്ടില്ല, വളരെ ചെറിയ പ്രായമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ കുട്ടിക്ക് അങ്ങനെയൊക്കെയുള്ള ബോധം വന്നു കഴിഞ്ഞ് ഇതൊക്കെ സർജറി ചെയ്യുമ്പോൾ അത് കുട്ടിയെ ഒത്തിരി ഇമോഷണലി അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഏർലി പീരീഡ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, കുട്ടി ഇതിനെപ്പറ്റി ഒന്നും തന്നെ വറീഡ് ആകത്തില്ല.
ഒത്തിരി ആങ്ഷ്യസും വറീഡും ഒന്നും ആകത്തില്ല. തന്നെയല്ല അതിൻ്റെ സെൽഫ് ഇമേജിനെ ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് കുട്ടി ആങ്ഷ്യസ് ആകുമോ വറീഡ് ആകുമോ ഒന്നും ചെയ്യുന്ന പ്രായത്തിൽ എത്തിയിട്ടില്ല കുട്ടി. അതുകൊണ്ട് അങ്ങനെയുള്ളപ്പം വളരെ നേരത്തെ ഈ സർജറി ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത് പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറേ കൂടെ പ്രായം കൂടി കഴിഞ്ഞാൽ കുട്ടിക്ക് റോൾ ഓഫ് ദി സെക്ഷൽ ഓർഗൻ ഉണ്ട്, സെൽഫ് ഇമേജ്, അങ്ങനെയൊക്കെ കുട്ടിക്ക് ബോധമാകുന്ന ഒരു പ്രായം വന്നു കഴിയുമ്പോൾ പിന്നെ ഇത് കുറേ കൂടെ ഇമോഷണൽ പ്രോബ്ലം കുട്ടിക്കുണ്ടാകാം. ഭാവിയിൽ എന്ത് സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്കുണ്ടാകാം. അതുകൊണ്ട് അങ്ങനെയൊന്നും വരാത്ത അവസ്ഥയാണ് ഈ പറയുന്ന വെരി യങ് അല്ലെങ്കിൽ ഇൻഫൻസി അല്ലെങ്കിൽ പ്രീ സ്കൂൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്നും ഡെവലപ്പ് ചെയ്ത് പോലും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ള സമയത്ത് ഈ സർജറി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പേരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായി? ഇത് ഗിവ് റീസൺസ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. പിന്നെ വേറെ ഏതാ ഇമ്പോർട്ടൻറ്റ്, സർജറി may be done in one or more stages depending upon the severity of the condition നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളപ്പം 2 പ്രാവശ്യം കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, 2 പ്രാവശ്യം ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരുമെന്നുള്ള അവയർനെസ് ഒക്കെ അവർക്ക് കൊടുക്കണം. അവർ മെൻ്റലി പ്രിപ്പയർഡ് ആകണം. അപ്പോൾ അതുകൊണ്ടും ഇമോഷണൽ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റിപ്പീറ്റഡ് ഹോസ്പിറ്റലൈസേഷൻ മേ ബി റിക്വയർഡ് ഫോർ ദ optimal repair of the defect. So the parents and the child should be prepared for repeated hospitalization and separation from the other relatives from the home and all. അത് മാനസികമായിട്ട് അവർക്കൊരു പ്രിപ്പറേഷൻ വരുത്താൻ വേണ്ടി അവരോട് അവയർനെസ് കൊടുക്കണം. 2 പ്രാവശ്യമായിട്ടായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അറ്റ് ദ ഏർലിയസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യവും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായി? പിന്നെ ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിലോട്ട് വന്നാൽ ദ ചൈൽഡ് വിൽ ബി on bed rest until few days, and when the uroplasty is done, the form of urinary drainage such as suprapubic catheter or a catheter is put to keep the area dry and to promote healing and to maintain patency of the tube. മനസ്സിലായോ? അപ്പോൾ അതായത് പറഞ്ഞാൽ സർജറി കഴിയുമ്പോൾ ആ ഒരു റിപ്പയർഡ് ഏരിയയിൽ അവർ ചിലപ്പോൾ അതിൻ്റെ ആ പേറ്റൻസി, ആ ഓപ്പണിങ്ങിൻ്റെ പേറ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ എന്തെങ്കിലും ഇൻസൈഡിൽ വെച്ചിട്ടുണ്ടാകും. അതുപോലെ സ്യൂച്ചേഴ്സ് ഉണ്ടാകും. പിന്നെ അതിലൂടെ യൂറിൻ അതിലൂടെ പാസ് ചെയ്യാൻ അലോ ചെയ്യത്തില്ല. അതുകൊണ്ട് കുട്ടിക്ക് ചിലപ്പോൾ ഒരു സുപ്രാപ്യൂബിക് കത്തീറ്ററൊക്കെ ഇടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് ട്യൂബിങ്സ് ഒക്കെ ഉണ്ട്. കുട്ടി മൂവ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയോ ഇളകിപ്പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് 1 ആഴ്ചയെങ്കിലും കുട്ടി ഇറ്റ് ഷുഡ് ബി ഇൻ ദ ബെഡ്. ഇറ്റ്സ് നോട്ട് അലൗഡ് ടു മൂവ് ഓർ വോക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യൂറിത്രോപ്ലാസ്റ്റി ചെയ്ത് കഴിയുമ്പം ചെയ്യുന്നത്. അപ്പോൾ അത് കുട്ടിക്ക് ഓടിച്ചാടി നടക്കുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെ റെസ്ട്രിക്റ്റഡ് ആകുമ്പം അവർക്ക് കുറേ മാനസികമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും എപ്പോഴും പേരൻസ് അടുത്തുണ്ടാകണം. തന്നെയല്ല കുട്ടിയെ ചിലപ്പം കുട്ടി ഈ SPC ഒക്കെ വലിച്ച് മാറ്റിക്കളയാനും ഇളക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമ്പം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റൻറ്റ് ഒബ്സർവേഷനും പ്രസൻസ് ഓഫ് സംബഡി നിയർ ദ പേഷ്യൻറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ അതിനകത്ത് വൈൽ ടേക്കിംഗ് കെയർ ഓഫ് സച്ച് പേഷ്യൻസ് സം സ്പെഷ്യൽ പോയിൻറ്റ് ഷുഡ് ബി കൺസിഡേർഡ്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇഫ് ദ ചൈൽഡ് ഹാസ് എ കത്തീറ്റർ, കെയർ മസ്റ്റ് ബി ടേക്കൺ സോ ദാറ്റ് ദ ചൈൽഡ് ഡസ് നോട്ട് പുൾ ഔട്ട് ദ കത്തീറ്റർ. ഈ SPC എന്ന് പറയുമ്പോൾ സുപ്രാപ്യൂബിക് കത്തീറ്ററാണ്. കാരണം എന്താ, ബ്ലാഡറിൽ നിന്ന് നേരിട്ട് യൂറിൻ വെളിയിലേക്ക് പോകണം, യൂറിത്രയിൽ കൂടെ പോകാൻ പാടില്ല അത് ഉണങ്ങുന്നിടം വരെ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് സുപ്രാപ്യൂബിക് കത്തീറ്റർ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ കുട്ടിക്ക് അതുകൊണ്ട് പെയിനോ ഇറിറ്റേഷനോ എന്തെങ്കിലും ചിലപ്പം കുട്ടി അത് വലിച്ചിളക്കി കളയാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്തോടാൻ കുട്ടിയെ റെസ്ട്രെയിൻ ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടുള്ള കയ്യിലൊക്കെ ചെറിയ കുട്ടികളുടെ ഫിംഗർ എല്ലാം കൂടെ വെച്ച് ടേപ്പ് വെച്ച് ഒട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള റെസ്ട്രെയിൻസ്, വേറെ വലിയ റെസ്ട്രെയിൻസ് ഒന്നും വേണ്ട. ഇങ്ങനെയുള്ളത് അതായത് കൈ ഉപയോഗിച്ച് ഇളക്കി മാറ്റാതിരിക്കത്തക്കൊണ്ടുള്ള റെസ്ട്രെയിൻസ് കുട്ടിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതല്ല കുട്ടിയെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അതായാലും മതി. മനസ്സിലായോ? പിന്നെയുള്ളത് both penile and the donor site wounds are kept clean so that to prevent infection.
അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നമ്മൾ ഫോർത്തോലി ടെമ്പറേച്ചർ ചാർട്ടൊക്കെ ടെമ്പറേച്ചർ ഇട്ട് ചാർട്ടിട്ട് ഫീവർ നോക്കാറുണ്ട്. എന്തെങ്കിലും പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ കുട്ടിയുടെ ആ ഡോണർ സൈറ്റിൽ നിന്നും ഒക്കെ സ്വാബ് എടുത്ത് കൾച്ചർ സെൻസിറ്റിവിറ്റി ഒക്കെ അയക്കാറുണ്ട് ആൻറ്റിബയോട്ടിക് തെറാപ്പി പ്രോപ്പർലി കൊടുക്കാൻ. പിന്നെ വേറൊന്ന്, ഡോണർ സൈറ്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവിടെ ഒരു ഓപ്പൺ വൂണ്ടുള്ള സ്ഥലമാണ്, അവിടെ ഇൻഫെക്ഷൻ വരാതെ നോക്കണം. പിന്നെയുള്ളത് കത്തീറ്റർ കെയർ മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഒരു കത്തീറ്റർ ഉണ്ട്, അതായത് റിപ്പയർഡ് സൈറ്റിലും ഒരു ട്യൂബോ എല്ലാം കാണും. അതുകൂടാതെ ഒരു കത്തീറ്റർ SPC ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കെയറിന് വേണ്ടി ഒരു സ്പെഷ്യൽ കെയർ ഉണ്ടാകണം. പിന്നെ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ഫോർ ബാക്ടീരിയൽ കൗണ്ട് ഷുഡ് ബി ഡൺ. അതായത് ഇടയ്ക്ക് യൂറിൻ സ്പെസിമെൻ എടുത്ത് ബാക്ടീരിയൽ കൗണ്ട് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഈസ് എൻകറേജ് ടു മെയിൻറ്റെയിൻ ദ റീനൽ ഫ്ലോ ആൻഡ് ഡൈലൂട്ട് ടോക്സിൻസ്. അതായത് കുട്ടിക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. അതായത് ഇൻടേക്ക് കൂടുതലാകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ടോക്സിൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് വെളിയിൽ പോകണം. തന്നെയല്ല റീനൽ ഫ്ലോയെ മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെയുള്ളത് റിമൂവൽ ഓഫ് ദി സ്കിൻ സ്വിച്ചർ ആഫ്റ്റർ 5 to 7 days ഉണ്ട്. അതിന് നേഴ്സസിന് ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒബ്സർവേഷൻ ഓഫ് യൂറിനറി ഫ്ലോ ഈസ് ഇമ്പോർട്ടൻറ്റ് വെൻ ദ ചൈൽഡ് സ്റ്റാർട്ട്സ് പാസിങ് യൂറിൻ ത്രൂ ദ ന്യൂലി മെയ്ഡ് യൂറിത്ര. അതായത് ഒരു പുതിയ യൂറിത്ര ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം അത് നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതിലൂടെ യൂറിൻ പാസ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അതുവരെ SPCയിൽ കൂടെ ആയിരിക്കും യൂറിൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് യൂറിത്രൽ ഓപ്പണിംഗ് ഉപയോഗിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എക്സ്പീരിയൻസോ പെയിൻഫുൾനെസ്സോ എന്തെങ്കിലും കൂടുതലായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും അബ്നോർമാലിറ്റി കുട്ടി കാണിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് ഇൻഫോം ചെയ്യണം. ദാറ്റ് ഈസ് ഇഫ് ദർ ഈസ് എനി ഡിഫിക്കൽറ്റി ഇൻ പാസിങ് യൂറിൻ, അങ്ങനെയുള്ള ഡിഫിക്കൽറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ എ വാം ബാത്ത് ക്യാൻ ബി ഗിവൺ ടു ദ ചൈൽഡ് ടു റിലാക്സ് ആൻഡ് ദെൻ ചൈൽഡ് ക്യാൻ ബി ആസ്ഡ് ടു വോയിഡ്. പിന്നെ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ഓഫ് ദി പേരൻസ് ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേഴ്സിംഗ് കെയറിനകത്ത്, എസ്പെഷ്യലി പോസ്റ്റ് ഓപ്പറേറ്റീവ് നേഴ്സിംഗ് കെയറിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം. ഓക്കെ. അപ്പം നമ്മൾ 2 കണ്ടീഷൻ പഠിച്ചു, അതായത് എപ്പിസ്പേഡിയാസ് ആൻഡ് ഹൈപ്പോസ്പേഡിയാസ്. എപ്പിസ്പേഡിയാസ് ഡോർസൽ സർഫസിൽ കാണുന്ന യൂറിത്ര അവിടെയാണ് കാണുന്നത്. അതേസമയം ഹൈപ്പോസ്പേഡിയാസിലെ വെൻട്രൽ സർഫസ് ഓഫ് ദി പെനിസിൽ അവിടെ എവിടെയെങ്കിലും ആകാം, അല്ലെങ്കിൽ പെരിനിയൽ റീജിയനിലോ അല്ലെങ്കിൽ പീനോസ്ക്രോട്ടൽ ജംഗ്ഷനിലോ ഒക്കെ യൂറിത്ര വരാം. അപ്പോൾ അതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ അതിനെ ഡിഫറൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പേര് പറഞ്ഞു. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് സർജിക്കൽ മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ജസ്റ്റ് റിപ്പയർ ഓർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദി യൂറിത്ര ആൻഡ് പെനിസ് അല്ലേ. അപ്പോൾ അവിടെ ഒരു പുതിയ മിയാറ്റസ് ഓപ്പൺ ചെയ്ത് കുട്ടിക്ക് പഴയ നോർമലി യൂറിൻ പാസ് ചെയ്ത കണ്ടീഷനിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ ഉദ്ദേശം. അത് 2 സ്റ്റേജിലായിട്ട് ചെയ്തു. ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പം ഇൻഫൻസിയിലോ പ്രീ സ്കൂൾ ചൈൽഡോ ചെയ്യാം. അത് കഴിഞ്ഞും പിന്നീടും ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത്. അതിനകത്ത് പ്രീ ഓപ്പറേറ്റീവ് കെയർ നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിനകത്ത് അത് കെയർ ഓഫ് ദി ചൈൽഡ് ആഫ്റ്റർ സർജറി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു. അതായത് ഹൗ ടു റെസ്ട്രിക്റ്റ് ദ ചൈൽഡ് ടു റിമൂവ് ദ SPC, then encouraging the fluid intake, to have adequate urinary drainage and to remove toxins, and also donor site should be cared. Then if any signs of infection is seen, the child should be a swab to be taken for culture sensitivity, and so that the required antibiotic can be given to the child. പിന്നെ പേരൻസിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പേഷ്യന് വേണ്ട, അതായത് പേരൻസിനെയും കൂടെ കെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. സോ ദാറ്റ് വെൻ ദ ചൈൽഡ് ഇസ് ഡിസ്ചാർജ് ദേ ക്യാൻ ഗിവ് ദ നീഡഡ് കെയർ ഫോർ ദ ചൈൽഡ് വിത്തൗട്ട് എനി പ്രോബ്ലം. അതാണ് നേഴ്സിംഗ് മാനേജ്മെൻറ്റിൽ നമ്മൾ മെയിൻലി പറഞ്ഞത്. ഓക്കെ. അപ്പം ഹൈപ്പോസ്പേഡിയാസും എപ്പിസ്പേഡിയാസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എക്ടോപ്പിയ വെസൈക്ക അല്ലെങ്കിൽ എക്സ്ട്രോഫി ഓഫ് ദ ബ്ലാഡർ എന്നുള്ളൊരു കണ്ടീഷനാണ്. അതായത് എക്ടോപ്പിയ വെസൈക്ക എന്നും കൂടെ ഒരു പേരുണ്ട് ഈ എക്സ്ട്രോഫി ഓഫ് ദി ബ്ലാഡറിന്.
മനസ്സിലായി? രണ്ടും ഒരേ കണ്ടീഷന് വേണ്ടിയുള്ള പേരാണ്. അതായത് എ കൺജനിറ്റൽ ഡിഫക്റ്റ് ഓഫ് ദി ലോവർ യൂറിനറി ഓർ ജെനിറ്റൽ ട്രാക്റ്റ്. ലോവർ യൂറിനറി എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും യൂറിനറി ബ്ലാഡറിനെയാണ് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്ടോപ്പിയ വെസൈക്ക എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് വിത്ത് ബ്ലാഡർ. എക്ടോപ്പിയ മീൻസ് ഔട്ട്സൈഡ് അല്ലേ? അതുപോലെ എക്സ്ട്രോഫി ഓഫ് ദ ബ്ലാഡർ എന്നും ഇതിന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ എക്ടോപ്പിയ വെസൈക്ക എന്നും പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലും അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ കണ്ടീഷൻ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയരുത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രോഫി ഓഫ് ദി ബ്ലാഡർ ഉള്ളി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻസിഡൻസ് നോക്കിയാൽ ഇറ്റ് ഒക്കേസ് അപ്രോക്സിമേറ്റ്ലി 1 out of 30,000 ബർത്ത്. അതായത് 30,000 കുട്ടികൾ ലൈവ് ബർത്ത് ഉണ്ടാകുമ്പോൾ അതിലൊരു കുട്ടിക്ക് എന്നുള്ള കണക്കിലാണ് ഇതുണ്ടാകുന്നത്. പിന്നെ മോർ കോമൺ ഇൻ മെയിൽസ് ദാൻ ഇൻ ഫീമെയിൽസ്. ആൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അതർ മാൽഫോർമേഷൻസ് ഓൾസോ. എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ജെനിറ്റൽ ട്രാക്റ്റിലെ അബ്നോർമാലിറ്റി ഒക്കെ ഇതിൻ്റെ കൂടെ കാണാൻ സാധ്യതയുണ്ട്. യൂഷ്വലി എപ്പിസ്പേഡിയാസിസും ഒക്കെ ഇതേ കണ്ടീഷനോടൊപ്പം തന്നെ കാണാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അതർ മാൽഫോർമേഷൻസ് ഓൾസോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി എൻ്റെ പത്തോഫിസിയോളജി നോക്കാം. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രോഫി ഓഫ് ദ ബ്ലാഡർ റിസൾട്ട് വെൻ ദ അബ്നോർമലി ലാർജ് ക്ലോയാക്കൽ മെംബ്രെയിൻ പ്രിവെൻറ്റ്സ് മീസോഡെർമൽ ഗ്രോത്ത് ആൻഡ് ലോവർ അബ്ഡോമിനൽ മിഡ്ലൈൻ ഫ്യൂഷൻ. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു കൺജനിറ്റൽ അനോമലി എന്ന് പറയുമ്പോൾ ഇത് ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ വെച്ച് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഓർഗാനോജെനിസിസ് ഒക്കെ, അതായത് ഓർഗൻ ഫോർമേഷനിലൊക്കെ ഒരു കുഞ്ഞിൽ സംഭവിക്കുന്നത് കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3 months ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എംബ്രിയോളജിയിലൊക്കെ പഠിക്കാറുണ്ട്. അതായത് ഒരു കുഞ്ഞ് ഫോം ചെയ്യുന്നതിന് മുമ്പേ 3 layers എക്ടോഡം, മീസോഡം, എൻഡോഡം അങ്ങനെയൊക്കെയുള്ള സ്ട്രക്ചറുണ്ട്. അതിൽ നിന്നാണ് ഇത് പല ഓർഗനായിട്ടും ഒക്കെ കുട്ടിക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്നുണ്ടേ അതിൻ്റെ ആ ഒരു ഫോർമേഷനിലുണ്ടാകുന്ന എന്തോ പ്രോബ്ലം കൊണ്ട് ഉണ്ടായ ഒരു പ്രോബ്ലമാണ് ഈ പറയുന്ന എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ. അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് റിസൾട്ട് ഫ്രം when the abnormally large cloacal membrane prevents mesodermal growth and lower abdominal midline fusion. അതായത് അവിടെ ഒരു ഡെവലപ്മെൻ്റൽ പ്രോബ്ലം സംഭവിച്ചേക്കുക. അതായത് മീസോഡേമിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് സംഭവിക്കുന്നില്ല. അവിടെ ക്ലോയാക്കൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ആ ഒരു മെംബ്രെയിൻ പ്രിവെൻറ്റ്സ് മീസോഡെർമൽ ഗ്രോത്ത്. മീസോഡെർമൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആ മീസോഡേമിൽ നിന്ന് വേണം പല ഓർഗനൊക്കെ ഉണ്ടാകാനുള്ളതാണ്. ആ ഓർഗൻ ഉണ്ടാകുന്നതിനെ ഇത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് ലോവർ അബ്ഡോമിനൽ മിഡ്ലൈൻ ഫ്യൂഷൻ നടക്കുന്നില്ല. അതായത് ലോവർ അബ്ഡോമിൻ്റെ നമ്മുടെ ഈ പൊക്കിളിന് താഴെ കൂടെ ഒരു ലൈൻ ഉണ്ടല്ലോ, അതാണ് മിഡ് ലൈൻ എന്ന് പറയുന്നത്. ലോവർ അബ്ഡോമിനിൽ അവിടെ എല്ലാം കൂടെ വന്ന് ഫ്യൂസ് ചെയ്യണമെന്നുള്ള ഒരു ഗ്രോത്തിലൊരു പ്രിൻസിപ്പിൾ ഉള്ളത് അവിടെ നടക്കുന്നില്ല. അപ്പം അവിടെ ഫ്യൂഷൻ നടക്കാത്തതുകൊണ്ടാണ് ഈ ബ്ലാഡർ ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് വെളിയിൽ ഇരിക്കുന്ന പോലെ സംഭവിക്കുന്നത്. കാരണം അവിടെ ഒരു ക്ലോഷർ ലെയർ ഇല്ല. മനസ്സിലായോ? ലോവർ അബ്ഡോമിനൽ വാൾ ഫ്യൂസ് ചെയ്ത് ഒന്നിച്ച് ചേരുന്നില്ല. അംബ്ലിക്കസിൻ്റെ ലോവറിൽ നിന്ന് താഴോട്ടുള്ള ഭാഗം അവിടെ യുണൈറ്റഡ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാറ്റ് പ്ലേസ് ഈസ് ദ പ്ലേസ് ഫോർ അതിൻ്റെ ഇമ്മീഡിയറ്റ്ലി ആ അബ്ഡോമിനൽ വോളിൻ്റെ പുറകിലിരിക്കുന്ന അതായത് ബ്ലാഡർ പോലെയുള്ള ഓർഗൻസ് എക്സ്പോസ്ഡ് ആവുന്നു. മനസ്സിലാകുന്നു? അതാണ് നമ്മൾ ഈ പറയുന്ന എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ അല്ലെങ്കിൽ എക്ടോപ്പിയ വെസൈക്ക എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, പിന്നെ ദ എക്സ്റ്റെൻറ്റ് ഓഫ് എക്സ്ട്രോഫി ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദി ക്ലോയാക്കൽ മെംബ്രെയിൻ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അറ്റ് ദ ടൈം ഓഫ് റപ്ചർ. അതായത് എത്രമാത്രം ഈ പറയുന്ന കണ്ടീഷൻ്റെ ഇൻറ്റൻസിറ്റി ഉള്ളതെന്ന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസ് ഓഫ് ദി ക്ലോയാക്കൽ മെംബ്രെയിൻ എത്രമാത്രം ഉണ്ടോ, അതുപോലെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അറ്റ് ദ ടൈം ഓഫ് റപ്ചർ. ഇത്രയും കാര്യങ്ങളെ ആസ്പദമാക്കിയായിരിക്കും ഈ കണ്ടീഷൻ്റെ ഇൻറ്റൻസിറ്റി ഇരിക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ പത്തോഫിസിയോളജി. ഇനിയും ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൻറ്റീരിയർ അബ്ഡോമിനൽ വാൾ ആബ്സെൻ്റ് ആണ്. ആൻറ്റീരിയർ അബ്ഡോമിനൽ വാൾ അബ്ഡോമിനൽ വാളിൻ്റെ ഏറ്റവും മുൻപിലുള്ള ആൻറ്റീരിയർ വാൾ ആബ്സെൻ്റ് ആയിരിക്കും. പോസ്റ്റീരിയർ വാൾ ബ്ലാഡർ ലൈനിങ് ഈസ് എക്സ്പോസ്ഡ്. അതായത് ബ്ലാഡറിൻ്റെ പോസ്റ്റീരിയർ ലൈനിങ് എക്സ്പോസ്ഡ് ആയിരിക്കും. പിന്നെ അറ്റ് ബർത്ത് ദ മ്യൂക്കസ് ഓഫ് ദ ബ്ലാഡർ ഈസ് തിൻ ആൻഡ് സ്മൂത്ത്
വിച്ച് ലേറ്റർ ബിക്കംസ് എഡിമാറ്റസ്. അതായത് ജനിക്കുമ്പോൾ ബ്ലാഡറിൻ്റെ മ്യൂക്കോസ വളരെ തിന്നും സ്മൂത്തും ഒക്കെ ആയിരിക്കും, പക്ഷേ ലേറ്റർ ഓൺ ഇറ്റ് ബിക്കംസ് എഡിമാറ്റസ് വിച്ച് മേ ലീഡ് ടു സിസ്റ്റൈറ്റിസ് സിസ്റ്റിക്ക ആൻഡ് മ്യൂക്കോസെനൽ പോളിപ്പ്. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അവിടെ സിസ്റ്റൈറ്റിസ് ഉണ്ടാകുന്നു. സിസ്റ്റൈറ്റിസ് സിസ്റ്റിക്ക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിട്ട് അവിടെ മ്യൂക്കോസൽ പോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഗ്രോത്തിനെ നമ്മൾ പോളിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ പോളിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഫീമെയിലാണെങ്കിൽ, ഇത് മെയിലിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഫീമെയിലാണെങ്കിൽ ചിൽഡ്രൻ ദർ ഈസ് ബൈഫിഡ് ക്ലൈറ്റോറിസ് ആൻഡ് മിസ്സിങ് ഓഫ് റൂഫ് ഓഫ് ദി യൂറിത്ര. യൂറിത്രയ്ക്ക് റൂഫ് ഇല്ല, പിന്നെ ക്ലൈറ്റോറിക് ബൈഫിഡ് ആയിട്ടിരിക്കും, മനസ്സിലായോ. പിന്നെ മെയിൽ ചിൽഡ്രൻ പ്രസൻറ്റ് വിത്ത് എപ്പിസ്പേഡിയാസ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, മെയിൽ കുട്ടികളാകുന്നുണ്ട് മെയിൽ ചിൽഡ്രന് എപ്പിസ്പേഡിയാസ് എന്നുള്ള ഒരു കണ്ടീഷൻ കൂടെ അതിൻ്റെ കൂടെ വരാം. കൂടാതെ അവരുടെ പെനിസ് ഷോർട്ടാകാം, ചിലപ്പം ബെൻഡ് അപ്വേർഡ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാകാം. അപ്പം മെയിലാണെങ്കിലും ഫീമെയിലായാലും അവരുടെ സെക്ഷൽ ഓർഗനിൻ്റെ അബ്നോർമാലിറ്റിയും ഈ പറയുന്ന എക്ടോപ്പിയ വെസൈക്കയുടെ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടെസ്റ്റിസ് ആർ അൺഡിസെൻഡഡ്, അത് മെയിലിൽ ടെസ്റ്റിസ് ആർ അൺഡിസെൻഡഡ് ആൻഡ് ഇറ്റ് മേ ബി അസോസിയേറ്റഡ് വിത്ത് ഇൻഗോയിനൽ ഹെർണിയ. അത് മെയിൽ കുട്ടികളിലെ അവരുടെ ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. കൂടാതെ അവർക്ക് ഇൻഗോയിനൽ ഹെർണിയായും ഇതോടൊപ്പം ഉണ്ടാകാം, മസ്റ്റല്ല ഉണ്ടാകാം. പിന്നെ പ്യൂബിക് ബോൺ ആൻഡ് റെക്ടൽ മസിൽ ആർ വൈഡ്ലി സെപ്പറേറ്റഡ്. പ്യൂബിക് ബോണും അതുപോലെ തന്നെ റെക്ടസ് മസിലും വൈഡ്ലി സെപ്പറേറ്റഡ് ആകും. പിന്നെ ഏനസ് ഈസ് പ്ലേസ്ഡ് ആൻറ്റീരിയർലി, അതായത് നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡാണ് ഏനസ് എന്ന് പറയുന്നത് അല്ലേ. ആ ഏനസിൻ്റെ പൊസിഷൻ കുറച്ച് ആൻറ്റീരിയർലി ആയിരിക്കും, മനസ്സിലായോ. സാധാരണ ഇത് മിഡ് ലൈനിലാണ്, പക്ഷേ ഇത് ഇത്തിരി ആൻറ്റീരിയർലി ആയിരിക്കും. പിന്നെ അംബിളിക്കസ് ഈസ് ഓൾസോ പുഷ്ഡ് ഡൗൺവേർഡ്. അംബിളിക്കസ് അതിൻ്റെ സാധാരണ പൊസിഷനിൽ നിന്ന് കുറേ കൂടെ താഴെ ആയിരിക്കും. പിന്നെ വേരിയിങ് ഡിഗ്രി ഓഫ് ഇൻകോണ്ടിനൻസ് ഓൾസോ മേ ബി പ്രസൻറ്റ്. കുട്ടിക്ക് ഇൻകോണ്ടിനൻസ് ഉണ്ടാകാം, അതിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇനിയും മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ട്രീറ്റ്മെൻറ്റ് ബിഗിൻസ് അറ്റ് ദ ബർത്ത് ഡേ കവറിങ്. അതായത് കുട്ടി ജനിക്കുന്ന ദിവസം തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. കാരണം ബ്ലാഡർ എക്സ്പോസ്ഡ് ആണെന്ന് ഓർക്കുക. നമ്മൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സ്റ്റെറൈൽ ക്യാവിറ്റിയൊക്കെയാണ് അല്ലേ, നമ്മളങ്ങനെയല്ലേ അനാറ്റമി പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് ഒരു സ്റ്റെറൈൽ ക്യാവിറ്റി അല്ല, പക്ഷേ യൂറിനറി ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റെറൈൽ ക്യാവിറ്റി. അപ്പോൾ അത് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജനിച്ച ഉടനെ തന്നെ തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കവറിങ് ദ ബ്ലാഡർ വിത്ത് എ സ്റ്റെറൈൽ പ്ലാസ്റ്റിക് ഡ്രസ്സിങ് ടു പ്രിവെൻറ്റ് ഡ്രൈയിങ് ഓഫ് ദ ബ്ലാഡർ. മനസ്സിലായോ, ബ്ലാഡർ ഡ്രൈ ആകാൻ അലോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് കവർ ചെയ്യും. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് വിത്ത് എ സ്റ്റെറൈൽ പ്ലാസ്റ്റിക് ഡ്രസ്സിങ് ടു പ്രിവെൻറ്റ് ദ ഡ്രൈയിങ് ഓഫ് ദ ബ്ലാഡർ ബട്ട് അലോ ദ യൂറിൻ ടു ഫ്ലോ. പക്ഷേ യൂറിൻ അതിൽ കൂടെ ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യും. പക്ഷേ ഒള്ളി തിങ് അത് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അത് കവർ ചെയ്ത് വെക്കണം, മനസ്സിലായോ. പിന്നെ സർജിക്കൽ ക്ലോഷറാണ് ചെയ്യുന്നത്. വിതിൻ ദ 48 hours ഓഫ് ലൈഫ് ഗിവ്സ് ചാൻസ് ഫോർ ഫങ്ഷണൽ ബ്ലാഡർ. അതായത് ഏറ്റവും നേരത്തെ ചെയ്താൽ, അതായത് 48 മണിക്കൂറിനകമെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഫങ്ഷണൽ ബ്ലാഡർ കിട്ടത്തുള്ളൂ. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു മ്യൂക്കോസൽ ലൈൻ കൂടുതൽ തിക്കൻഡ് ആവും, അവിടെ പോളിപ്പ് വരും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എത്ര നാളാണ് ഒരു സ്റ്റെറൈൽ പ്ലാസ്റ്റിക് ഇതുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു യൂറിനറി ബ്ലാഡർ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് 48 hours തന്നെ ചെയ്താലേ ഈ ബ്ലാഡറിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി നന്നായിട്ട് തന്നെ തിരിച്ചു കിട്ടത്തുള്ളൂ, മനസ്സിലായോ. പിന്നെ there are 2 types of surgery. 2 തരം സർജറിയാണ് ചെയ്യുന്നത്. ഒരെണ്ണം യൂറിനറി ഡൈവേർഷൻ ബൈ ഡൂയിങ് ദ യൂറിട്രോസിഗ്മോയിഡോട്ടമി എന്ന് വെച്ചാൽ, അതായത് കളക്ട് ചെയ്യപ്പെടുന്ന യൂറിൻ യൂറിത്രയിൽ നിന്ന് യൂറിത്രയ്ക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. എങ്ങോട്ട്? സിഗ്മോയിഡിലേക്ക്. സിഗ്മോയിഡ് കോളൻ എവിടെയാണെന്ന് അറിയാമല്ലോ. ആ സിഗ്മോയിഡ് കോളൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഭാഗമാണ്. ആ ഒരു കോളനിലേക്ക് ഈ പറയുന്ന യൂറിത്രയിൽ നിന്ന് വരുന്ന യൂറിൻ ഫ്ലോ ചെയ്യത്തക്കവണ്ണം ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഓപ്പണിങ് കൊടുത്ത് അങ്ങോട്ട് കണക്ട് ചെയ്യുക, മനസ്സിലായോ. അപ്പം അതിനാണ് പറയുന്നത് ഡൈവേർഷൻ ഓഫ് ദ യൂറിൻ ബൈ ഡൂയിങ് എ യൂറിട്രോസിഗ്മോയിഡോസ്റ്റമി,
മനസ്സിലായോ? അപ്പോൾ യൂറിറ്ററിനെ സിഗ്മോയിഡ് നോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രൈമറി കൺസ്ട്രക്ഷൻ ഓഫ് ബ്ലാഡർ വിച്ച് ഇസ് ഡൺ പ്രൈമറി റീകൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്ലാഡർ ഈസ് ഡൺ ഇൻ 3 സ്റ്റേജസ്. മൂന്ന് സ്റ്റേജിലായിട്ട് പിന്നെ അതിൻ്റെ പ്രൈമറി റീകൺസ്ട്രക്ഷൻ ബ്ലാഡർ ചെയ്യും. അതെപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ അറ്റ് ബർത്ത്, പിന്നെ 2-3 വയസ്സ് കഴിഞ്ഞ്, പിന്നെ 7-8 വയസ്സ് കഴിഞ്ഞ്. ഇങ്ങനെ 3 സ്റ്റേജായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താ, ഇത് കുട്ടിയല്ല, അതിൻ്റെ ഓർഗൻ ഡെവലപ്പ് ചെയ്തൊക്കെ വരുന്ന ആ സമയത്ത് വളരെ ചെറുപ്പത്തിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ പ്രോബ്ലം ഉണ്ടാകും. അപ്പം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ടാണ് അത് അറ്റേ സ്ട്രെച്ചിൽ ആദ്യമേ തന്നെ എല്ലാം ചെയ്യാത്തത്. അപ്പോൾ ആദ്യമേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കറക്ഷൻ വേണ്ടതെല്ലാം ചെയ്യും. അത് അറ്റ് ബർത്തിൽ തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അതായത് കുട്ടിയുടെ ബ്ലാഡർ ഒത്തിരി എക്സ്പോസ്ഡ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാനൊന്നും പാടില്ല. അതിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഇമ്മീഡിയറ്റ് കറക്ഷൻ ജനിക്കുമ്പം തന്നെ ചെയ്യും. അത് കഴിഞ്ഞൊരു 2-3 വയസ്സ് കഴിയുമ്പോഴായിരിക്കും സെക്കൻഡ് സ്റ്റേജിൽ കറക്ഷൻ ചെയ്യുന്നത്. പിന്നെ 3ാമത്തെ സ്റ്റേജിലെ കറക്ഷൻ 7 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സിനും 8 വയസ്സിനും ഇടയിൽ ചെയ്യും. ഇങ്ങനെ 3 സ്റ്റേജിൽ കൂടെയാണ് ഇതിൻ്റെ റീകൺസ്ട്രക്റ്റീവ് സർജറി വിച്ച് ഇസ് നോൺ ആസ് പ്രൈമറി റീകൺസ്ട്രക്ഷൻ ഓഫ് ബ്ലാഡർ അത് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അപ്പോൾ അതോടെ മെഡിക്കൽ അതായത് മാനേജ്മെൻറ്റ് കഴിയുകയാണ്. അപ്പോൾ അവിടെ മെഡിസിന് റോളൊന്നുമില്ല, സർജിക്കൽ മാനേജ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നേഴ്സിംഗ് മാനേജ്മെൻറ്റാണ്. ഈ നേഴ്സിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഫോർ സർജറിയും ആഫ്റ്റർ സർജറിയും 2 തരത്തിലുണ്ട്. അതായത് ബിഫോർ സർജറി ആദ്യം പറഞ്ഞല്ലോ, അതായത് ഡ്രസ്സിങ് കൊടുക്കണം, എക്സ്പോസ് ചെയ്യാൻ പാടില്ല, പ്ലാസ്റ്റിക് ഡ്രസ്സിങ് ഇട്ട് കവറപ്പ് ചെയ്ത് വെക്കണം, അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് അതുകൂടാതെ അതായത് മാനേജ്മെൻറ്റ് നേഴ്സിംഗ് കെയർ ഈസ് പ്രീ ഓപ്പറേറ്റീവ് കെയർ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. ഓക്കെ. അതിനകത്ത് പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ മുമ്പേ 2 കണ്ടീഷനിലും പ്രീ ഓപ്പറേറ്റീവ് കെയർ ഒരുപാട് പറഞ്ഞു. പേഷ്യൻറ്റിന് ഒത്തിരി നെർവസ് ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻ്റെ പേരൻസ് നെർവസ് ആയിരിക്കും, അവർ ആങ്ഷ്യസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അതുപോലെ തന്നെയാണ്. കാരണം ഇവിടെ കുറേ കൂടെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ആങ്സൈറ്റി പേരൻസിനുണ്ടാകും. പ്രത്യേകിച്ച് അതായത് യൂറിനറി ബ്ലാഡറൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ അവർക്ക് തന്നെ പേടിയായ ഒരു പക്ഷേ ഇത് ഭേദമാകുമോ, അല്ലെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പേരൻസിനുണ്ടാകാം. അപ്പം അങ്ങനെയുള്ളപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഇത്രമാത്രം പ്രോബ്ലം ഉള്ള ഒരു കുട്ടി ആണെന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലോ സർജറി ചെയ്താലോ കറക്റ്റഡ് ആകുമോ, അങ്ങനെയുള്ള. പിന്നെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ ഇത് 3 സ്റ്റേജിലായിട്ട് നടത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. അല്ല, അതെന്തായാലും ഇത് ചെയ്തേ പറ്റൂ. കാരണം അല്ലെങ്കിൽ യൂറിനറി പാസേജ് പ്രോപ്പർലി ഇല്ലാത്ത കുട്ടി ഹോൾ ലൈഫ് ടൈമിൽ എങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കറക്ഷൻ ചെയ്യണം അല്ലേ. അപ്പം പ്രീ ഓപ്പറേറ്റീവ് കെയറിനകത്ത് കൂടുതലായിട്ട് നോക്കേണ്ട കാര്യം, ദ പേരൻസ് മേ ബി ഡിസ്ട്രസ്ഡ് ഡ്യൂ ദ അപ്പിയറൻസ് ഓഫ് ദി ഡിഫക്റ്റ്. അത് കാഴ്ചയിൽ തന്നെ നമുക്ക് ആ അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു മനസ്സിന് പ്രയാസവും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ട്. ഇത് കറക്റ്റഡ് ആകാൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവാം. അപ്പം പേരൻസ് ഡിസ്ട്രസ്ഡ് ഡ്യൂ ടു ദ അപ്പിയറൻസ് ഓഫ് ദി ഡിഫക്റ്റ് അറ്റ് ദ ബർത്ത്, സോ ദേ നീഡ് ടു ബി ഇമോഷണലി സപ്പോർട്ടഡ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എക്സ്റ്റെൻസീവ് സർജറി വേണ്ട ഒരു എക്സ്റ്റെൻസീവ് ഡിഫക്റ്റ് ആണ്. അതുകൊണ്ട് അവർക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരുമാതിരി മെൻ്റൽ സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ അവർക്ക് ഇമോഷണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ. അത് കൊടുക്കേണ്ട പലരിലും ഏറ്റവും പ്രമുഖരായ വ്യക്തിയാണ് നേഴ്സസ് എന്ന് പറയുന്നത് അല്ലേ, നേഴ്സസും ഡോക്ടേഴ്സും. പിന്നെ സിൻസ് സർജറി ഈസ് നോട്ട് പെർഫോംഡ് ഇമ്മീഡിയറ്റ്ലി, ദ പേരൻസ് മസ്റ്റ് ബി ടോട്ട് അബൌട്ട് ജനറൽ കെയർ ഓഫ് ദി ഇൻഫൻറ്റ് സോ ദാറ്റ് ദേ ക്യാൻ കെയർ ഫോർ ദ ചൈൽഡ് അറ്റ് ഹോം. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യുന്നില്ല എങ്കിലാണ് അവർക്ക് കുട്ടിയെ എങ്ങനെയെങ്കിലും കുറച്ച് നാളത്തെങ്കിലും വീട്ടിൽ മാനേജ് ചെയ്യണമെങ്കിൽ അവരെ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. സോ ദ നഴ്സസ് teaches the parents about keeping the bladder area clean, then covering the bladder with a sterile petrolatum gauze to prevent infection and ulceration of the mucosa, then preventing diaper from adhering to the area,
അതായത് ഡയപ്പറൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ഏരിയയിലേക്ക് ഒട്ടിപ്പിടിക്കാതെ നോക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പെട്രോലാറ്റം ഗോസൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ് ദ ഡയപ്പർ ഫോർ ദ കംഫർട്ട് ഓഫ് ദി ഇൻഫൻറ്റ് ആൻഡ് ടു പ്രിവെൻറ്റ് കോൺസ്റ്റൻറ്റ് ഓർഡർ ഓഫ് യൂറിൻ. അല്ലേ, അതായത് യൂറിൻ പാസ് ചെയ്യുമ്പം തന്നെ അത് റിമൂവ് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ അത് ബാഡ് ഓർഡറും അല്ലെങ്കിൽ അൺകംഫർട്ട്നെസ് അല്ലെങ്കിൽ കുട്ടിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകും. പിന്നെ കീപ്പിംഗ് ദ ബേബി ക്ലീൻ ആൻഡ് ഡ്രൈ, ദെൻ സ്റ്റൂൾ ഈസ് ക്ലീൻഡ് ആൻഡ് റിമൂവ്ഡ് ഇമ്മീഡിയറ്റ്ലി സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കണ്ടാമിനേറ്റ് ദ ബ്ലാഡർ മ്യൂക്കോസ. പിന്നെ പ്രിവെൻറ്റിംഗ് ബേബി ഫ്രം സ്ട്രെയിനിങ് അറ്റ് സ്റ്റൂൾ ബിക്കോസ് ഓഫ് ദ പോസിബിലിറ്റി ഓഫ് റെക്ടൽ പ്രൊലാപ്സ്. അതായത് കുട്ടിയെ ഒരു കാരണവശാലും സ്ട്രെയിൻ ചെയ്യാൻ സമ്മതിക്കരുത് സ്റ്റൂൾ പാസ് ചെയ്യുന്നതിന്, കാരണം അത് റെക്ടൽ പ്രൊലാപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴേ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുഞ്ഞിന് കൊടുക്കാവുള്ളൂ. പിന്നെ കീപ്പിംഗ് ദ ഇൻഫൻസ് ക്ലോത്തിങ് ലൂസ് ആൻഡ് ഓഫ് ലൈറ്റ് വെയ്റ്റ് ടു അവോയ്ഡ് പ്രഷർ ഓൺ എക്സ്പോസ്ഡ് ബ്ലാഡർ വെയ്റ്റ്. അതായത് കുട്ടിക്ക് കൂടുതൽ ടൈറ്റായിട്ടുള്ള ഡ്രസ്സിങ് ഒന്നും ഇടാൻ പാടില്ല, ലൂസ് ക്ലോത്തിങ്സ് കൊടുക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ടൈറ്റ് ആകുന്നുണ്ടെ ഒരുപാട് ഡിസ്കംഫർട്ട് കുട്ടിക്കുണ്ടാകും. പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഫ്രണ്ട് ലോവർ അബ്ഡോമിനൽ വോളൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സിങ് ഒന്നും ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പിന്നെ ടബ് ബാത്ത് ഈസ് ടു ബി അവോയ്ഡഡ് ആസ് ഇറ്റ് ക്യാൻ ലീഡ് ടു കണ്ടാമിനേഷൻ ഓഫ് ദി ബ്ലാഡർ വോൾ ആൻഡ് യൂറിറ്റേഴ്സ്. അപ്പോൾ ടബ് ബാത്ത് അല്ലെങ്കിൽ കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടിയൊന്നും പാടില്ല. കുട്ടിയെ ബാത്ത് കൊടുക്കുമ്പോൾ സ്പെഷ്യൽ കെയർ വെച്ച് കണ്ടാമിനേഷനൊക്കെ അവോയ്ഡ് ചെയ്യത്തക്കവണ്ണം വേണം കെയർ കൊടുക്കാൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ പറയുന്നത്. അത് സർജറി ഉടനെ ചെയ്യുന്നില്ല, വീട്ടിൽ കുറച്ച് നാളത്തേക്കെങ്കിലും കുട്ടിയെ കെയർ കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പേരൻസിനെ അവെയറാക്കി അവരെ അതിൻ്റെ ബോധവൽക്കരിച്ച് അല്ലെങ്കിൽ അവെയറാക്കി വിടണം. ഓക്കെ, അതല്ല ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഉള്ളത് the time of surgical correction depends on the severity of the defect, and in case extrophy is not complete, the abdominal wall and the bladder are closed by plastic surgery. The infant may be able to void normally. Sometimes there may be a need for urinary diversion as the bladder control is not always possible. അപ്പം ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻസ് കണ്ടീഷൻ, എത്രമാത്രം ഇൻറ്റൻസിറ്റി ഉണ്ട് ആ ഒരു ഡിഫക്റ്റിനെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി പേഷ്യൻറ്റിനെ എൻ്റെ അബ്ഡോമിനൽ വോളൊക്കെ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് കറക്റ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പം കുട്ടിക്ക് ബ്ലാഡർ കൺട്രോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരുന്നതുകൊണ്ടാണ് കുട്ടിയുടെ യൂറിൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പം റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുമ്പോൾ ഇച്ചിരി രണ്ടും കൂടെ ചേർന്ന പോലുള്ളൊരു സർജറി ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിനകത്തുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോണിറ്റർ ദ വൈറ്റൽ സൈൻ, കോമ്പാറ്റ് ഷോക്ക് ആൻഡ് പ്രിവെൻറ്റ് ബ്ലീഡിങ് ഫ്രം ദ ഓപ്പറേറ്റഡ് സൈറ്റ്. പിന്നെ പൊസിഷൻ ദ ചൈൽഡ് ഇൻ സച്ച് എ വേ സോ ദാറ്റ് ദ പ്രിവെൻറ്റ് കിങ്കിങ് ഓഫ് എനി ഡ്രെയിനേജ് ട്യൂബ്. കുട്ടിക്ക് ഒരുപാട് ഡ്രെയിനേജ് ട്യൂബൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ കിങ്ക് ചെയ്യാതെയും സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഡ്രെയിനേജ് പോകത്തക്കവണ്ണം വേണം അത് കെയർ ചെയ്യാൻ. പിന്നെ കീപ്പ് അബ്ഡോമിനൽ ഡ്രസ്സിങ് ക്ലീൻ ആൻഡ് ഡ്രൈ, ദെൻ മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് ഫ്ലൂയിഡ് ഇൻടേക്ക്, ദെൻ വാച്ച് ഫോർ ഫീവർ, ഹെമറ്റൂറിയ ഓർ പിർലൻ്റ് ഡ്രെയിനേജ് ഫ്രം ദ ഇൻസിഷൻ. അതായത് ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് ഫീവർ ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പസ് പോലെയുള്ള ഡ്രെയിനേജ് വല്ലതും ഇൻസിഷനിൽ നിന്ന് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യണം. Then all these activities should be performed with the involvement of parents, so that അതായത് പേരൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം, so that they can do this at home after the child is discharged from the hospital. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ പേരൻസ് വീട്ടിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട നോളജ് കിട്ടത്തക്കവണ്ണം അവരെ കൂടെ കുട്ടിയുടെ കെയറിൽ ഇൻവോൾവ് ചെയ്യണം. ഓക്കെ, അതാണ് ഇതിൻ്റെ നേഴ്സിംഗ് കെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ അല്ലെങ്കിൽ എക്ടോപിയ വെസൈക്ക എന്നുള്ള കണ്ടീഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കൺജെനിറ്റൽ അനോമലീസിൽ ഇപ്പോൾ 3 കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതായത് എപ്പിസ്പേഡിയാസ്, ഹൈപ്പോസ്പേഡിയാസ് ആൻഡ് എക്സ്ട്രോഫി ഓഫ് ദി ബ്ലാഡർ. അപ്പോൾ ഇത് 3 പഠിച്ചു. അപ്പോൾ അതിനകത്ത്
ഓരോന്നിലും കൊടുക്കേണ്ട നേഴ്സിംഗ് കെയർ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ വാർഡിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പീഡിയാട്രിക് വാർഡിൽ, പ്രത്യേകിച്ച് സർജിക്കൽ വാർഡിൽ പോകുമ്പോൾ, പീഡിയാട്രിക് സർജറി പോകുമ്പോഴാണ് ഇങ്ങനത്തെ കുട്ടികളെ കാണാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ കെയർ സ്റ്റഡിയോ കെയർ പ്ലാനോ ഒക്കെ എടുത്ത് എഴുതുമ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് തന്നെ എടുത്താൽ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് നല്ലപോലെ എക്സ്പീരിയൻസ് കിട്ടത്തൊക്കെ നല്ല നേഴ്സിംഗ് കെയർ കൊടുക്കാനൊക്കെ പറ്റും ഇത്തരമുള്ള കുട്ടികളെയൊക്കെ കിട്ടിയാൽ. മനസ്സിലായോ? അപ്പം ഇത് നിങ്ങൾ നല്ലപോലെ ഇത് ഈ പഠിപ്പിച്ച പോർഷൻ എല്ലാം ഗോ ത്രൂ ചെയ്യുക. ഇഫ് യു ഗോട്ട് എനി ഡൗട്ട് യു ആസ്ക് മീ. ഓക്കെ, സോ ഫോർ ദ ടൈം ബീയിങ് we will finish here. I hope you understood all this management of the patient with the congenital defect, as well as the different aspect of these conditions. Okay.